വേദിയിൽ അലങ്കരിക്കുന്ന ബഹുമാന്യപ്പെട്ട വ്യക്തിത്വങ്ങളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ആദ്യമായി ഇങ്ങനൊരു അവസരം തന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ആനുകാലിക സംഭവവികാസങ്ങൾ മാറി വരുന്ന ഒരു ഘട്ടത്തിൽ ദൃശ്യമാധ്യമ രംഗത്ത് സജീവമായി നിൽക്കുന്നൊരു കാലഘട്ടമായതുകൊണ്ട് എനിക്ക് അധ്യക്ഷ ഭാഷണം നടത്തിയിട്ട് പോകേണ്ട ഒരു കാര്യമുള്ളത് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. അതിനുള്ള ക്ഷമാപണം കൂടി ആദ്യമേ പറയുകയാണ്. RSSൻ്റെ രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ 100 വർഷം ആദരിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണല്ലോ ഈ ചർച്ചയെല്ലാം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നേരിട്ട് അനുഭവമുള്ള ആൾക്കാരാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഞാൻ അടിസ്ഥാനപരമായൊരു അക്കാഡമിഷ്യനാണ്, അധ്യാപകനാണ്, ഗവേഷകനാണ്, പ്രഭാഷകനാണ്. സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കാത്തൊരാളാണ്. അതേസമയം പൊളിറ്റിക്കൽ സയൻസ് വിഷയം പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം പറയുകയും പഠിക്കുകയും ചെയ്യുന്നത് ഒരു ജീവവായുവാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈ ലോകത്ത് അരാഷ്ട്രീയം എന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഞാനത് ചർച്ചയിലുമെല്ലാം അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അരാഷ്ട്രീയമെന്നൊന്നില്ല. രാഷ്ട്രീയം സർവമയമാണ്. ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയം എല്ലാവർക്കും കാണണമെന്നില്ല. പക്ഷേ ജനിച്ചു വീഴുന്ന കുഞ്ഞ് വലുതാകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ രാഷ്ട്രീയത്തിലേക്ക് കാൽ വയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള വിചാരധാര വരുന്ന ഏത് ഘട്ടത്തിലും നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവുകയാണ്. അപ്പം അതിനൊരു പാർട്ടിയുടെ അംഗമാകണമെന്നില്ല, ഒരു പാർട്ടി നിലപാടെടുക്കണമെന്നുമില്ല. നീണ്ടകാലം ഈ വിഷയം പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിലും ഗവേഷണ തലത്തിലുമൊക്കെ പഠിപ്പിച്ച ഒരു പശ്ചാത്തലമുള്ളത് കൊണ്ടാണ് വളരെ ഉറപ്പിച്ചു പറയാം, നമുക്ക് രാഷ്ട്രീയത്തെ സർവ്വവ്യാപിയായിട്ട് കാണാമെന്നുള്ളത്. അരാഷ്ട്രീയമെന്നൊന്നില്ല. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അതിനെ അധികാരമായി ബന്ധപ്പെടുത്തി പറയാം, അവകാശങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാം, ചൂഷണവുമായി ബന്ധപ്പെടുത്തി പറയാം, സംഘടനകളുമായി ബന്ധപ്പെടുത്തി പറയാം, വിദേശ നയവുമായി ബന്ധപ്പെടുത്തി പറയാം, വ്യക്തിബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാം, രാജ്യാന്തര ബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാം. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിചാരധാരയിൽ വരികയോ അതിൽ ചർച്ചയിൽ പങ്കെടുക്കുകയോ നേരിട്ടോ പരോക്ഷമായിട്ടോ അതിൽ മനസ്സിലാക്കുകയോ ചെയ്യുന്ന എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഞാനിതിനെ അക്കാഡമിക്കായിട്ട് ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് ഞങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് കുറച്ച് പഴയ ഒരു പുസ്തകമാണ്. അതിൽ ചിൽഡ്രൻ ആൻഡ് ദി പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വിദേശ രാജ്യത്ത് നടക്കുന്നൊരു സംഭവമായിട്ടാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. ഒരു അച്ഛനും മകനും കൂടി വളരെ തിരക്കുള്ള വീതിയിൽ കൂടി പോകുമ്പോൾ കുട്ടിക്ക് വേണ്ട ബേക്കറി ഐറ്റംസും ഐസ്ക്രീമും എല്ലാം വാങ്ങിക്കാനായി ഒരു സ്ഥലത്ത് നിർത്തണമെന്ന് ആഗ്രഹിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്ന അച്ഛനോട് കുട്ടി ചോദിക്കുകയാണ്, ആ ബേക്കറിയുടെ നടയിൽ എന്താ നിർത്താത്തത്? അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നു, അതെനിക്കവിടെ നിർത്താൻ പറ്റില്ല, കൊച്ചുകുട്ടിയല്ലേ, അവിടെ ട്രാഫിക്കിൻ്റെ കാര്യമൊന്നും പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് കുട്ടിയോട് പിതാവ് പറഞ്ഞത്, അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നതുണ്ടോ,
അപ്പോൾ ഈ കുട്ടി അത്ഭുതത്തോടു കൂടി 5 വയസ്സൊക്കെ കാണത്തുള്ളൂ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇതാരാണ്, ഹൂ ഈസ് എ പോലീസ് മാൻ എന്ന്. അപ്പോൾ ഗ്രന്ഥകർത്താവ് പറയുന്നത് കൊച്ചുകുട്ടിക്ക് രാജ്യത്തിലേക്കും രാഷ്ട്രത്തിലേക്കുമുള്ളൊരു കാൽവയ്പ് വരുന്നത്, ആദ്യത്തെ കാൽവയ്പ് വരുന്നത് ആ ഇൻട്രൊഡക്ഷനിൽ കൂടിയാണ്, പോലീസുകാരനിൽ കൂടിയാണ്. പിന്നീട് നഴ്സറി സ്കൂളിലൊക്കെ പോകുമ്പോൾ അധ്യാപകർ വരും, അധ്യാപികമാരും അധ്യാപകരും വരും. പിന്നെ തുടങ്ങി ഒരുപാട് സോഷ്യലൈസേഷൻ ഫാക്ടേഴ്സ് വരും. ആ സോഷ്യലൈസേഷൻ ഫാക്ടേഴ്സ് വരുമ്പോൾ പടിപ്പടിയായിട്ട് രാഷ്ട്രവുമായി ബന്ധപ്പെടുത്തി നമ്മൾ അതിൻ്റെ ഭാഗവാക്കാകുന്നു. ചുരുക്കത്തിൽ അരാഷ്ട്രീയമെന്നൊന്നില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും ഒരുപക്ഷെ ഞാനീ പിടിച്ചിരിക്കുന്ന ലെക്ചർ സ്റ്റാൻഡ് ലെക്ടേണിലും പോലും രാഷ്ട്രീയമുണ്ട്. അധികാരത്തെക്കുറിച്ചോ അവകാശങ്ങളെക്കുറിച്ചോ സംഘടനകളെക്കുറിച്ചോ മത്സരത്തെക്കുറിച്ചോ, ചുരുക്കത്തിൽ കുടുംബത്തിൽ രാവിലെ ഉള്ള ഒരു ചായ കുടിക്കുന്നത് മുതൽ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉൾപ്പെടെ, ഭാര്യാഭർത്ത ബന്ധം, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം, എല്ലായിടത്തും നമുക്ക് രാഷ്ട്രീയത്തെ ഒഴിവാക്കാൻ പറ്റില്ല. രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഞാൻ ആദ്യമായിട്ട് അതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നത് വളരെ യാദൃച്ഛികമായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഒരു 14 വയസ്സിൽ ഒരു വടക്കം പരവൂറിനടുത്ത് എൻ്റെ കുടുംബ ബന്ധങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്, ആലുവ സ്ഥലങ്ങളിൽ. അപ്പോൾ അന്ന് ഒരു അവധിക്കാലത്ത് അവിടെ തറവാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ വൈകുന്നേരം, ആ അമ്പലം ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ആ അമ്പലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു 6:30 മണിക്ക് സമയത്ത് പുറത്ത് വളരെ ശക്തമായ ഒരു പരിശീലനം നടക്കുന്നതായി കാണും. അപ്പോൾ ആ കേൾക്കുന്ന കമാൻഡും കാര്യങ്ങളുമെല്ലാം ഞാൻ ശ്രദ്ധയോടെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ എൻ്റെ ഇളയച്ചനോട് ഞാനത് കഴിഞ്ഞ് ചോദിച്ചു എന്താണ് എന്ന്. അദ്ദേഹം കാഷ്വലായിട്ടാണെങ്കിലും പറഞ്ഞത്, ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള മേഖലയിൽ RSS എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പരിശീലന കളരിയാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ അതിലേക്കൊന്നൊരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത്, ആദ്യമായിട്ട് കാണുന്നത് ആ ഒരു ശാഖയുടെ പ്രവർത്തനം യാദൃച്ഛികമായി കണ്ടതാണ്. പിന്നീട് പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനാകുമെന്നോ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമെന്നൊന്നും അന്നത്തെ 14 വയസ്സിൽ നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ഇന്നത്തെ കാലത്തെ പോലെ അന്ന് വിദ്യാർത്ഥികൾ കൊച്ചിലെ രാഷ്ട്രീയത്തിൽ വരുന്നൊരു കാലഘട്ടവുമായിരുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഓർക്കുന്ന മറ്റ് കാര്യങ്ങൾ, RSSുമായി നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ, പിന്നീട് കേരള സർവകലാശാല അധ്യാപകനായി പിൽക്കാലത്ത് ഞാൻ വരുമ്പോൾ അവിടെ വിഷയങ്ങളായി പഠിക്കുന്ന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും RSSുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവിടെ ഗവേഷണത്തിന് തിരഞ്ഞെടുക്കുമായിരുന്നു. അതിലൊരു വിഷയം എൻ്റെ ഒരു സ്റ്റുഡൻ്റായിരുന്ന പ്രദീപ് കുമാർ MA ലെവലിൽ എൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചത് RSS മാർക്സിസ്റ്റ് ക്ലാഷസിൻ്റെ കാരണങ്ങളെക്കുറിച്ചായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് MA ലെവലിൽ ഒരു ഡിസർട്ടേഷൻ എഴുതുന്നതാണ് ഒരു ടേണിംഗ് പോയിൻ്റ് അതിന് കണ്ടത്. പക്ഷെ അതിനപ്പുറം ഒരു കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ RSSൻ്റെ പൂർണ്ണമായൊരു പഠനം, മാർഗനിർദ്ദേശം നടത്താനുള്ളൊരു അവസരവും ഭാഗ്യവും എനിക്ക് ലഭിച്ചു. അപ്പോൾ ശരിക്കും പിൽക്കാലത്ത് അത് കഴിഞ്ഞൊരു 4 വർഷത്തോളം ആ സ്റ്റുഡൻറ്റിനെ ഗൈഡ് ചെയ്ത്, നിങ്ങൾക്കറിയാമായിരിക്കും ജയപ്രസാദ് എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി, ഇപ്പോൾ പ്രായം ഒരുപാടായി, അധ്യാപകനൊക്കെയാണ്, സീനിയർ അധ്യാപകനൊക്കെയാണ്. RSS ആൻഡ് ഹിന്ദു നാഷണലിസം ഇൻ കേരള എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം ഗവേഷണം ചെയ്തത്. അപ്പോൾ അത് ഗൈഡ് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചത് പിൽക്കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുമ്പോൾ ആ ഡേറ്റ കളക്ട് ചെയ്യുന്ന രീതിയും കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ഉപദേശിച്ചുകൊണ്ട് എങ്ങനെ ആ റിസർച്ച് നന്നായി പൂർത്തീകരിക്കണമെന്ന് കാര്യമായി അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യുന്ന ഒരു മെൻറ്ററുടെ ചുമതലയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് പിന്നീട് പുസ്തകമായി അവാർഡ് ചെയ്ത് പിൽക്കാലത്ത് അത് ഗ്രന്ഥമായി വന്നപ്പോൾ തിരുവനന്തപുരത്ത് ബിഷപ്പ് പെരേര ഹാളിൽ വെച്ച് BJPയുടെ പ്രസിഡൻ്റായിരുന്ന മുരളി മനോഹർ ജോഷിയാണ് 1992 അത് ഗ്രന്ഥമായിട്ട് അത് റിലീസ് ചെയ്ത്, ഇപ്പോഴത് ഗ്രന്ഥമായിട്ട് വളരെ സജീവമായിട്ട്
പബ്ലിസിറ്റി കിട്ടിയ ഒരു പുസ്തകമാണ് RSS ആൻഡ് ഹിന്ദു നാഷണലിസം. അതിൻ്റെ സബ് ടൈറ്റിൽ പരമേശ്വർജി പറഞ്ഞൊരു സബ് ടൈറ്റിലാണ് ഇൻറോഡ്സ് ഇൻ ടു എ ലെഫ്റ്റിസ്റ്റ് സ്ട്രോങ് ഹോൾഡ് എന്നാണ്. ഇൻറോഡ്സ് ഇൻ ടു എ ലെഫ്റ്റിസ്റ്റ് സ്ട്രോങ് ഹോൾഡ്. അപ്പം ബ്രോഡ് ടൈറ്റിൽ RSS ആൻഡ് ഹിന്ദു നാഷണലിസം, ഉപ ടൈറ്റിലാണ് ഇൻറോഡ്സ് ഇൻ ടു എ ലെഫ്റ്റ് സ്ട്രോങ് ഹോൾഡ്. അപ്പോൾ ഡൽഹിയിലൊക്കെ RSSനെ കുറിച്ച് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപദേശം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കി. കാരണം കേരളം എന്ന് എഴുതാതെ എന്നാൽ കേരളത്തെക്കുറിച്ചുള്ളൊരു ഗവേഷണമാണെന്ന് ഒരു പുസ്തകം നോക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകണം. അതാണ് ഇൻറോഡ്സ് ഇൻ ടു എ ലെഫ്റ്റ് സ്ട്രോങ് ഹോൾഡ് എന്ന് പറഞ്ഞു. ആ ഗ്രന്ഥത്തിന് വളരെ ക്രിട്ടിക്കലായിട്ട് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. ആ ഗവേഷണം ചെയ്യുന്ന സമയത്ത് തന്നെ കേരള സർവകലാശാലയിലൊക്കെ അത് ഗവേഷണം ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് വിമർശനം നേരിടേണ്ടി വന്നു. അത്തരമൊരു വിഷയം ഗൈഡ് ചെയ്യാൻ പാടില്ലായിരുന്നു പോലും ചില നേതാക്കന്മാരും രാഷ്ട്രീയ അധ്യാപകരുമൊക്കെ, കക്ഷി രാഷ്ട്രീയത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന അധ്യാപകരുമൊക്കെ എന്നെ വിമർശിച്ചിട്ടുണ്ട്. ഞാനത് തർക്കിക്കാനൊന്നും പോയില്ല. എൻ്റെ ജോലി ഞാൻ വേണ്ട രീതിയിൽ ചെയ്തു. ആ തീസിസിന് വലിയൊരു അപ്രീസിയേഷൻ കിട്ടി. അത് വിദേശത്തുള്ള അധ്യാപകർ പോലും അത് ഗവേഷണത്തിന് ആ തീസിസിനെ അഭിനന്ദിച്ച് റിപ്പോർട്ട് എഴുതുകയും ഈ റിപ്പോർട്ടുകളൊക്കെ രാഷ്ട്രീയമായി വിരോധമുള്ളവർ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമായിട്ട് വല്ലതും എഴുതിയിട്ടുണ്ടോ. അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വിദേശത്തുള്ള ഒരു പ്രശസ്തനായ ഒരു ഗവേഷകൻ ടോം ജെ നോസിറ്റർ, അദ്ദേഹം ആ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ ഇന്നുവരെ ഇന്ത്യയിൽ ഇവാലുവേറ്റ് ചെയ്ത PhD തീസിസിൽ എൻ്റെ അഭിപ്രായത്തിൽ 2ാമത്തെ സ്ഥാനം ഞാൻ ഈ തീസിസിന് കൊടുക്കും. ഞാൻ എത്രയോ തീസുകൾ നോക്കി, പക്ഷേ ഈ തീസിസിന് ഇന്ത്യയിൽ തന്നെ ഞാൻ അതിന് 2ാമത്തെ സ്ഥാനം കൊടുക്കും. അത്ര ഡേറ്റ റിച്ചുമാണ്. വളരെ ഗംഭീരമായി അത് പഠിച്ചിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് അനലൈസ് ചെയ്തൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ എൻ്റെ സഹായം വേണമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണെന്ന് കൂടി എക്സാമിനർ റെക്കമെൻഡ് ചെയ്തൊരു റിപ്പോർട്ടാണെന്ന് കിട്ടി. പക്ഷെ അവരുടെ ഒന്നും സഹായം കിട്ടാതെ തന്നെ ആവശ്യമില്ല. കാരണം ഈ തീമിന് അത്ര പ്രാധാന്യമുള്ളതുകൊണ്ട് വിത്തിൻ ഫ്യൂ മന്ത്സ് ആ തീസിസ് പബ്ലിഷ് ചെയ്തു. ജയപ്രസാദിൻ്റെ പേരിൽ ആ പുസ്തകം നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു. അതിന് അദ്ദേഹത്തിന് ഒരുപാട്, ഗ്രന്ഥകർത്താവിന് ഒരുപാട് പേര് കിട്ടി. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് മാർഗനിർദ്ദേശം നൽകിയ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒത്തിരി ചാരിതാർത്ഥ്യമുണ്ട്. RSSനെ കുറിച്ച് ഞാൻ ഒരുപാട് പിന്നീട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പല പ്രോഗ്രാംസിന് പരമേശ്വർജിയൊക്കെ ഭാരതീയ വിചാര കേന്ദ്രം അന്ന് കോട്ടയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് മീറ്റിങ്ങുകൾ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യമില്ല. അതിൽ കൂടി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ സംഘം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് കാസർഗോഡ് പോയപ്പോഴും പല മീറ്റിങ്ങുകൾക്കും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അതിനുമൊക്കെ പങ്കെടുത്ത് ഈ അച്ചടക്കം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സംഘടനയാണ്, ദേശസേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ദേശസേവനം എന്നുള്ളത് മുഖമുദ്രയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു ലാഭേച്ഛ പോലും നോക്കാതെ പ്രവർത്തനം സേവനമാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്ന രീതിയിൽ അത് പരിഗണിക്കുന്ന പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സ്ഥാപനമാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സ്വാതന്ത്ര്യാനന്തര പശ്ചാത്തലത്തിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ അന്ന് രക്തച്ചൊരിച്ചിലുണ്ടായി, പാകിസ്ഥാൻ ഉണ്ടായ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അന്ന് ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു. അതിനൊക്കെ പുറമെ ക്രൂരമായ ആക്രമണമുണ്ടായി. 50,000-ത്തിനപ്പുറം ആൾക്കാർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആൾക്കാർ മുറിവേൽക്കുകയും അങ്ങനെ ഒത്തിരി പ്രശ്നമുണ്ടായി. രാജ്യം ഉണ്ടായപ്പോൾ, ഈ 2 രാജ്യം ഉണ്ടായപ്പോഴും ക്രൂരമായ ഒരു ബുദ്ധിമുട്ട്, ഒരു അൺഫോർച്ചുനേറ്റ്, നിർഭാഗ്യവശാൽ വളരെ ക്രൂരമായ ഒരു രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ടായി എന്നുള്ളത് പഴയ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടെങ്കിലും തുടർന്ന് രാഷ്ട്രസേവനത്തിന് വേണ്ടി ഏറ്റവും ശക്തമായ പ്രവർത്തനത്തിന് വന്ന ഒരു സംഘടനയായിട്ടാണ് RSSനെ കാണാൻ കഴിഞ്ഞത്. ആ പ്രവർത്തനം പിന്നീട് പല സമയത്തും പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ, അത് പ്രളയമാകാം, ഭൂകമ്പമാകാം, അങ്ങനെ തുടങ്ങിയ ഒത്തിരി സംഭവങ്ങളെ, അത് ആന്ധ്രാപ്രദേശിൽ നടന്നു, പല പ്രാവശ്യം പഴയ അവിഭക്ത ആന്ധ്രാപ്രദേശിൽ നടന്നു, സമീപകാലത്ത് കാശ്മീരിൽ നടന്നു. പല സ്ഥലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം എത്തിച്ചേരുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്
രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൽ നേരിട്ട് പങ്കുവഹിക്കാത്ത ഒരു പ്രസ്ഥാനം കൂടിയാണ്. അതിന് വിശാലമായ ഹിന്ദുത്വ ആശയമുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന് ഉപശാഖകളും ഒക്കെ ഉണ്ടെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി പോലും RSSൻ്റെ ഒരു പോഷക സംഘടനയായിട്ടാണ്, ഞാൻ ആ ഗവേഷണത്തിൽ കൂടി അത് മനസ്സിലാക്കിയ മാതൃസംഘടന RSS ആണ്. അതിൻ്റെ ശിക്ഷണത്തിൽ വളർന്ന പോഷക സംഘടനകളിൽ ഒരു പൊളിറ്റിക്കൽ ആമാണ് BJP. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. മറിച്ചല്ല, BJPയുടെ പ്രോഡക്റ്റ് അല്ല RSSൻ്റെ പ്രോഡക്റ്റാണ് BJP. കാരണം ഹിന്ദു മഹാസഭയും പിന്നീട് RSSും ഉണ്ടായതിന് ശേഷം ഭാരതീയ ജനസംഘ് വന്നു. ഭാരതീയ ജനസംഘ് 77 പിരിച്ചുവിട്ടതിന് ശേഷം 80 റീജുവിനേറ്റ് ചെയ്ത പുതിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി വരുമ്പോഴും അതിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാതൃസംഘടനയാണ് RSS. കക്ഷി രാഷ്ട്രീയം നേരിട്ട് RSSന് കുറവാണ് എന്ന് മനസ്സിലാക്കാം. ചില സമയത്തൊക്കെ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ വളരെ കൗതുകത്തോടെ നോക്കിയിട്ടുണ്ട്. ചില സമയം BJPയെ തോൽപ്പിക്കുന്നതിലും RSS പങ്കുവഹിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയും കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുള്ളത്. ഇവിടെ തിരുവനന്തപുരത്തുകാർക്കറിയാം CK പത്മനാഭൻ എങ്ങോട്ട് പോയി എന്നുള്ളത്. BJPയുടെ നേതാവ് CK പത്മനാഭന് അതിന് തൊട്ടുമുമ്പ് O രാജഗോപാലേട്ടന് 2.5 ലക്ഷം വോട്ട് കിട്ടിയപ്പോൾ അടുത്ത ഇലക്ഷനിൽ CK പത്മനാഭന് 38,000 വോട്ടിലേക്ക് ചുരുങ്ങിപ്പോയതും, എൻ്റെ തന്നെ മണ്ഡലമായ വട്ടിയൂർക്കാവ് നോർത്തിൽ O രാജഗോപാൽ തന്നെ അപ്പോഴും അസംബ്ലിയിൽ തൊട്ട് മുമ്പ് വേറൊരു ഇലക്ഷനിൽ മുമ്പുള്ളൊരു ഇലക്ഷനിൽ നിന്നപ്പോൾ അന്ന് 26,000 28,000 വോട്ട് കിട്ടി. അത് കഴിഞ്ഞ് വന്ന അടുത്ത സ്ഥാനാർത്ഥി BJPയുടെ തന്നെ ശങ്കരനാരായണ പിള്ളയ്ക്ക് 4,000 വോട്ടിലേക്ക് അത് മാറി. അപ്പോൾ അതിൻ്റെ രഹസ്യം അന്വേഷിച്ചപ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റഡീസൊക്കെ പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് മനസ്സിലാക്കിയപ്പോഴാണ് RSSന് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള ഒരു ശക്തിയും കൂടി ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കി. അപ്പോൾ അത് പൊളിറ്റിക്കലായിട്ട് അതിൻ്റേതായ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇത്തരം വ്യത്യാസങ്ങൾ അതിനകത്ത് വരുന്നു എന്ന് മനസ്സിലാക്കാനും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാനത് താല്പര്യത്തോടു കൂടി കണ്ടിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഇതിൻ്റെ പ്രവർത്തനം വളരെ ഓർഗനൈസ്ഡാണ്. കേരളത്തിലെ പ്രവർത്തനം ഞാൻ അത്ര മനസ്സിലാക്കിയിട്ടില്ല, ഈ പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയുള്ളതല്ലാതെ. പക്ഷേ ദേശീയ തലത്തിൽ ഇതിൻ്റെ പ്രവർത്തനം വളരെ ഓർഗനൈസ്ഡാണ്. ആ ഓർഗനൈസേഷൻ്റെ ശക്തി പലതരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ തീർച്ചയായിട്ടും ഈ ശിക്ഷണം, അച്ചടക്കം, അതാണ് പ്രധാനമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയാണ് ഈ RSSൻ്റെ റെലവൻസ് നമ്മൾ എടുത്ത് പറയേണ്ടത്. വളരെ ബുദ്ധിമുട്ടി, വളരെ കഷ്ടപ്പെട്ട് 47 സ്വാതന്ത്ര്യാനന്തര ഭാരതം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നിരവധിയാണ്. കഷ്ടിച്ച് 16% സാക്ഷരത, 75%-ലേറെ ആൾക്കാർ പട്ടിണിയിൽ കഴിയുന്നു. പഠിക്കാൻ സ്കൂളില്ല, ആരോഗ്യ കേന്ദ്രങ്ങളില്ല, കോളേജുകളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, റോഡില്ല. വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മൾ ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ ജനിച്ചപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട ഫ്രിക്ഷൻ പോയിൻ്റ് ഒന്ന് വർഗീയപരമായി 2 നേഷൻ തിയറി പറഞ്ഞ് പാകിസ്ഥാൻ നമ്മളിൽ നിന്ന് വേറിട്ട് പോയി. ആ ദുരാഷ്ട്രവാദമാണ് പാകിസ്ഥാനെ ഇന്നും ആ കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് നടന്ന സംഭവങ്ങൾ നോക്കിയാലും, കാരണം അവർക്ക് ഇന്ത്യ വിരുദ്ധത എന്നുള്ള ഒരേ ഒറ്റ തീമിലാണ് പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ. ഞാനിത് ഇത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലാണ് ജനിച്ചതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആ എവല്യൂഷൻ നോക്കുമ്പോൾ കൊളോണിയൽ ഇന്ത്യയുടെ ആ ഒരു മാപ്പും സ്വാതന്ത്ര്യാനന്തരം നമ്മൾ വന്ന രാജ്യത്തിൻ്റെ സ്വഭാവവും തമ്മിൽ നോക്കുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടായത് ഒരു കൃത്രിമ രാഷ്ട്രമായിട്ടാണ് അന്നത്തെ ഒരു സാഹചര്യം. കാരണം ജിന്നയൊക്കെ പിന്നീട് വളരെ ദുഃഖത്തോടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പാകിസ്ഥാനെ അല്ല ഞാൻ ആഗ്രഹിച്ചത്. അദ്ദേഹം വളരെ പെട്ടെന്ന് മരിക്കുകയും ചെയ്തു, അധികകാലം ഇരുന്നില്ല, 51-ന് മുമ്പ് അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു മതമൗലികവാദത്തിലെത്തി സ്വയം വെട്ടിക്കൊന്ന് മരിക്കുന്ന ഒരു പാകിസ്ഥാനെ അല്ല ഞാൻ ആഗ്രഹിച്ചത്. ഇതായിരുന്നെങ്കിൽ പാർട്ടിഷൻ വേണ്ടായിരുന്നു എന്ന് മുഹമ്മദ് അലി ജിന്ന തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങളിലും അല്ലാതെയൊക്കെ പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഈ കൃത്രിമ രാഷ്ട്രം എന്ന് പറയുമ്പോൾ അവർക്ക് വിഷമം തോന്നുമെങ്കിൽ, ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ വെച്ച് പാകിസ്ഥാനി പ്രൊഫസർമാരെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ അപൂർവം ചിലർക്ക് മാത്രമേ ശക്തമായൊരു ഇന്ത്യ വിരുദ്ധതയുള്ളൂ. അപൂർവം ചിലർക്കേ ഉള്ളൂ. ഞാൻ പരിചയപ്പെട്ട ആൾക്കാരിൽ അവരെല്ലാം വിദേശത്ത് കുടിയേറിയ ആൾക്കാരാണ്. പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകാതെ
മറ്റ് രാജ്യങ്ങളിൽ കുടിയേറിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പഴയ കാലത്തെ ആ ഒരു ഐക്യവും, കാരണം ഇവരിൽ പലരും ഉത്തർപ്രദേശിൽ നിന്നൊക്കെ പോയവരാണ്, വിവാഹ ബന്ധങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയൊക്കെ ഉണ്ടായിരുന്നവരാണ്. അവർ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഒരുമിച്ചായിരുന്നെങ്കിൽ എത്ര വലുതായിരുന്നേനെ എന്നുള്ള വിഷമങ്ങൾ അവരുടെ ഭാഗത്തും പറയും. പക്ഷേ എന്താ പ്രശ്നം? പാകിസ്ഥാന് നന്നാകണം എന്നുള്ള ഒരു ചിന്തയേ ഇല്ല. അതിൽ അടിസ്ഥാനപരമായി ഒന്ന് മതമൗലികവാദം, രണ്ട് പട്ടാള മേധാവിമാരുടെ ഭരണം. ഇത് രണ്ടും കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഇത്രത്തോളം കുഴപ്പത്തിലാക്കിയത് അമേരിക്കയുമാണ്. ഈ മൂന്ന് സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുകയാണ്. ശ്രീലങ്കയേക്കാൾ കടുത്ത സാമ്പത്തിക കുഴപ്പത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ തീവ്രവാദ ആക്രമണമെല്ലാം കാണിക്കുന്നത് കാശ്മീരിൽ ലക്ഷ്യമാക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പട്ടാളത്തിൻ്റെ ഉദ്ദേശം കഴിയുന്നതും വേഗം അവർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക വിഷമങ്ങളെ മാറ്റി ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരണമെങ്കിൽ ഭാരത വിരുദ്ധത, ഇന്ത്യ വിരുദ്ധത പറയണം. ആ വിരുദ്ധത പറയാൻ ആ ഒരു ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊന്നില്ലെങ്കിൽ പാകിസ്ഥാൻ ഇല്ല. ഞാൻ സന്ദർഭവശാൽ ആ വിഷയത്തിലേക്ക് കടന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കടുത്ത പ്രതിസന്ധിയിലാണ് നമ്മുടെ രാജ്യം ജനിച്ചതും വളർന്നതും. അന്ന് നമ്മുടെ കോളനി വാഴ്ചയിൽ ഭരിച്ചിരുന്ന ഒരുപാട് നേതാക്കന്മാർ പറഞ്ഞത് ഈ രാജ്യം ഒരിക്കലും മുന്നോട്ട് പോവില്ല, കാരണം 75% പട്ടിണിയുള്ള രാജ്യം, നിരക്ഷരത, സാക്ഷരത ഒട്ടുമില്ല, നിരക്ഷരത, സാക്ഷരത 16% ഉള്ളൂ. ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? മാത്രമല്ല ഭാഷ, ജാതി, മതം, വർണ്ണം ഇങ്ങനെ തുടങ്ങി ഇത്രത്തോളം ഡൈവേഴ്സിറ്റി, അതിനെ ഐക്യപ്പെടുത്തുന്ന ഒരു ഘടകമില്ല എന്നവർ വിശ്വസിച്ചതാണ് അവർക്ക് അന്നത്തെ കാലത്ത് ഭാരതത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള സിദ്ധാന്തങ്ങൾ തയ്യാറാക്കി. ആ സിദ്ധാന്തങ്ങളിൽ പറയുന്നത് ഇവിടെയുള്ള ആൾക്കാരെല്ലാം അന്ധവിശ്വാസത്തിൽപ്പെട്ടവരാണ്, പാമ്പാട്ടികളാണ്, എലിഫൻ്റ് റൈഡേഴ്സാണ്, സ്നേക്ക് ചാർമേഴ്സാണ്, ഇങ്ങനെ തുടങ്ങി വളരെ മോശപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ അന്നത്തെ കാലത്ത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ അണ്ടർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് എഴുതിയിരുന്നു. പക്ഷേ ആ കാലഘട്ടമെല്ലാം മാറി ഇപ്പോൾ ഇന്ത്യയെ പ്രകീർത്തിച്ചുള്ള ഒത്തിരി ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ മുന്നോട്ടുള്ള ആ പ്രയാണത്തിൽ വാസ്തവത്തിൽ ഞാൻ ചില സമയങ്ങളിൽ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഈ ദേശീയത എന്ന് പറയുന്നൊരു വികാരം, അത് രാജ്യത്തിനോടുള്ള സ്നേഹം, ആ ദേശനിർമ്മാണ പ്രവർത്തനം, ആ പ്രവർത്തനം നടത്തുന്നതിന് ഗവൺമെൻറ് കഴിഞ്ഞാൽ അത്രത്തോളം ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക് പോലത്തെ പ്രവർത്തന കേന്ദ്രങ്ങളാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ജസ്റ്റിസ് KT തോമസ് ഒക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പട്ടാളം കഴിഞ്ഞാൽ, മിലിറ്ററി കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ബ്യൂറോക്രസി കഴിഞ്ഞാൽ ഏറ്റവും സുശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ളത് രാഷ്ട്രീയ സ്വയം സേവക് സംഘടനയാണ്. ജസ്റ്റിസ് KT തോമസിൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ നമുക്ക് നേരിട്ട പല പ്രശ്നങ്ങളിൽ ഐക്യത്തോടെ നിൽക്കേണ്ട ആഹ്വാനം, അത് നമുക്ക് രാജ്യത്തിലെ എല്ലാവർക്കും ആ ചിന്താഗതി ഒരുമിച്ച് വരണമെങ്കിൽ ദേശസ്നേഹത്തിൻ്റെ ഒരു പ്രസക്തി ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് വേണം. അത് പലപ്പോഴും നമ്മൾ സ്വയം ഇൻവേർഡ് ലുക്കിംഗ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ, ഒരു ലിബറൽ ചിന്താഗതിയിൽ കൂടി നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഏറ്റവും കൂടുതൽ നാഷണലിസ്റ്റ് ഫീലിംഗ് വരുന്ന ഒരു പശ്ചാത്തലം കണ്ടിട്ടുള്ളത് ഈ യുദ്ധം വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഐക്യം, ഒരു കെമിസ്ട്രി ഉണ്ടാകുന്നുണ്ട്. പിന്നെ ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യ ജയിക്കുമ്പോഴോ ഇന്ത്യ മത്സരിക്കുമ്പോഴോ ആ വികാരമുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ ദേശസേവനവുമായി ബന്ധപ്പെട്ട് ദൈനംദിന ജീവിതത്തിൽ ഈ ദേശസ്നേഹം കാണേണ്ടതല്ലേ? ഒരു വലിയ രാജ്യത്തെ വിഷമമാണ്. ഇപ്പോൾ ജപ്പാൻ പോലെയോ ബ്രിട്ടൻ പോലെയുള്ള കൊച്ചു രാജ്യങ്ങൾക്കാണെങ്കിൽ ജനസംഖ്യ കുറവായതുകൊണ്ട്, ഭാഷയുടെ ശക്തി ഉള്ളതുകൊണ്ടും, വികസനം മറ്റു രീതിയിലുള്ളതുകൊണ്ടും വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ പോലെ ഭരണഘടന തന്നെ റെക്കഗ്നൈസ് ചെയ്ത 22 ഭാഷകളാണ്. അനൗദ്യോഗികമായി 100 കണക്കിന് ഭാഷകളും അനേകം ഡയലക്റ്റുകളുമുള്ളതാണ്. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഈ നമുക്കുള്ള വൈവിധ്യത്തെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ ഭാഗത്തെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രതീതിയുണ്ട്. ആ പ്രതീതിക്ക് ഞാൻ ചോദിക്കുന്നത്, ഡു വി നീഡ് എ വാർ? നമുക്കൊരു യുദ്ധം വേണോ? അതോ ഒരു ക്രിക്കറ്റ് മാച്ച് വേണോ? ഇങ്ങനെ തുടങ്ങിയുള്ള ചിന്താഗതികൾ. അപ്പോൾ നാഷണലിസ്റ്റ് ഫീലിംഗ്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞല്ലോ. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇനി രാജ്യത്തിന് മുന്നോട്ട് പോകുന്ന പ്രയാണത്തിൽ അവിടെ നമുക്ക് പാകിസ്ഥാൻ ഇന്ത്യയെ നോക്കി ഇന്ത്യ വിരുദ്ധത പറയുന്ന പോലെ നമ്മൾക്ക് അങ്ങോട്ടില്ല, നമ്മളങ്ങനെ കാണിക്കുന്നുമില്ല. കാരണം നമ്മൾ
വളരെ വൈഡ്ലി എൻഗേജ്ഡാണ്. ലോകത്തുള്ള മിക്ക രാജ്യങ്ങളുമായിട്ട് നമ്മൾ നന്നായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഒരു സോഫ്റ്റ് പവറാണ് നമ്മളിന്നിപ്പോൾ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഐക്യം വരുന്നത് അതിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കാം, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഈ സാഹചര്യം വളർത്തുന്നത് എങ്ങനെയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അത് കൺക്ലൂഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 2010 ഞാൻ അന്ന് ഓസ്ട്രേലിയയിൽ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പോയൊരു കാലഘട്ടമായിരുന്നു. ഞാൻ അന്ന് ഓസ്ട്രേലിയയിൽ രണ്ടാമത് പോകുന്ന ഒരു സമയമായിരുന്നു. അവിടെ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ ക്യാൻബറയിൽ അവിടുത്തെ ഒരു പ്രശസ്തമായൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചൊക്കെ വളരെയധികം പഠിച്ചൊരു പ്രൊഫസറുണ്ടായി. അദ്ദേഹം ഇപ്പോഴും റിട്ടയർ ചെയ്തെങ്കിലും ജീവിച്ചിരിപ്പുണ്ട്. റോബിൻ ജെഫ്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സൗഹൃദം ഉള്ളതുകൊണ്ട് എന്നെ പ്രത്യേകിച്ച് താല്പര്യമുള്ളതുകൊണ്ടും അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ വരുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് വളരെയധികം ബഹുമാനിക്കുന്ന ഒരു പഴയ പ്രൊഫസറുണ്ട്, ഡൊണാൾഡ് എന്നാണ് പേര്. അദ്ദേഹത്തിന് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം കാണും, അതുകൊണ്ട് നമുക്കൊരു അദ്ദേഹത്തെ കാണാൻ പോകാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ചോദിച്ചപ്പോൾ, സെക്കൻഡ് വേൾഡ് വാറിൽ അദ്ദേഹം ബ്രിട്ടീഷ് സിറ്റിസണായിട്ട് ജനിച്ച ആളാണ്. സെക്കൻഡ് വേൾഡ് വാറിൽ ഇന്ത്യയിൽ പട്ടാളക്കാരനായിട്ട്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പട്ടാളക്കാരനായിട്ട് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പട്ടാളത്തിൽ ജോലി ചെയ്ത സമയത്ത്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ജോലി ചെയ്ത സമയത്ത് അദ്ദേഹം ഇന്ത്യ മനസ്സിലാക്കാൻ, ഇന്ത്യയിലെ ഉത്സവങ്ങൾ, ആരാധനാ കേന്ദ്രങ്ങൾ, ഇവിടുത്തെ ഭാഷ, ആഹാര രീതി, ചുരുക്കത്തിൽ നമ്മളെക്കുറിച്ച് നന്നായിട്ട് ഭാരതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്നത്തെ കാലത്ത് എഴുതിയ അന്നത്തെ എഴുത്തുകൾ, അന്ന് എഴുത്താണല്ലോ, ഇന്നത്തെ പോലെ ഇമെയിലൊന്നും, അതൊക്കെ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. ആ ലെറ്റേഴ്സ് എല്ലാം ഞാൻ തിരിച്ച് കളക്ട് ചെയ്ത് ഇന്ത്യയെക്കുറിച്ചുള്ളൊരു പുസ്തകമാക്കുകയാണ്. അന്നത്തെ ഇന്ത്യയെക്കുറിച്ചൊരു പുസ്തകം. അദ്ദേഹം പട്ടാളത്തിൽ നിന്ന് മാറി ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിച്ച് ഞാൻ പരിചയപ്പെടുന്ന 2010 അദ്ദേഹം ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ വളരെ സീനിയറായ ഒരു പ്രൊഫസറായി റിട്ടയർ ചെയ്ത വിശ്രമ ജീവിതം. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് അദ്ദേഹം മാത്രമാണ് താമസിക്കുന്നത്. അവിടെയൊക്കെ എല്ലാവരും തനിച്ചാണല്ലോ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട്, നല്ല പ്രായമുള്ള ആളാണ്, ഒരു കപ്പ് ചായ എനിക്ക് സപ്ലൈ ചെയ്തെന്ന സമയത്ത് അദ്ദേഹം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ടെൽ മീ പ്രൊഫസർ, since you are coming from India, I wanted to clarify one thing with you. What is the glue that keeps your country united? നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഘടകം എന്താണ്? അപ്പോൾ ഈ പറയുന്ന ചോദ്യം ചോദിച്ച ആൾ നിസ്സാരപ്പെട്ട ആളല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇന്ത്യയെക്കുറിച്ച് നന്നായിട്ടൊരു പശ്ചാത്തലം, പ്രവർത്തനം ഉള്ളത് എൻ്റെ സുഹൃത്തായ റോബിൻ ജെഫ്രി പറഞ്ഞ അനുഭവം എനിക്കുള്ളത് കൊണ്ട് അദ്ദേഹം അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ ചോദ്യം കേട്ടപ്പോൾ സാധാരണഗതിയിൽ ഒരു സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ പറയുന്ന രീതിയിലുള്ള മറുപടി കൊടുത്തു. നമുക്കറിയാമല്ലോ, സാമൂഹ്യശാസ്ത്രം പഠിക്കുന്ന ആൾക്കാരെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യതയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഇവയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന ചില വിചാരങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെ, ഞാൻ അതിനോടൊക്കെ യോജിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് കുറച്ചുകൂടി ചോദിക്കാനുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളും മറ്റ് ആരാധനാലയ കേന്ദ്രങ്ങളുമുണ്ട്. ഇവയിലെ വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം നൂറ്റാണ്ടുകളായിട്ടല്ല, ചിലതെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങളായി ആചരിക്കുന്നതാണ്. അദ്ദേഹം ഉടനെ തന്നെ ഉദാഹരണമായിട്ട് കുംഭമേളയും പുരിയിലെ ക്ഷേത്രത്തിൻ്റെ കാര്യവും ചരിത്രവും, കൂട്ടത്തിൽ മറ്റ് മതവിശ്വാസങ്ങളെക്കുറിച്ചുള്ള അവിടെയും ആചരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ സിഖ് മതവും ഇസ്ലാം മതത്തിലും ക്രൈസ്തവ മതത്തിൻ്റെ കാര്യത്തിലും എല്ലാം എടുത്ത് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ? ഈ സാഹചര്യത്തിൽ ആൾക്കാർ ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം നീണ്ട കാലങ്ങളായി പുതിയ സംസ്കാരത്തിലേക്ക് പുതിയ തലമുറ മാറി മാറി അത് ആഘോഷിക്കുമ്പോൾ അത് നൽകുന്ന ഒരു ആത്മീയ അംശമില്ലേ? അത് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആത്മീയ അംശം പിൽക്കാലത്ത് തീർത്ഥാടനമായിട്ട് വളരുന്നില്ലേ? ഈ തീർത്ഥാടനം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സിവിക് സെൻസ്, പൗരബോധം സൃഷ്ടിക്കാൻ കഴിയുന്നില്ലേ? അതിൻ്റെ ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുകയാണ്,
അദ്ദേഹത്തിൻ്റെ 93 വയസ്സുണ്ട് ഞാൻ കാണുമ്പോൾ. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ശബരിമലയിൽ വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നില്ലേ? അവർ വരുന്നവർ അമ്പലം മാത്രമല്ല കാണുന്നത്, ഒരമ്പലം മാത്രമല്ല പല അമ്പലങ്ങളും കാണുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കേരളത്തെയും കണ്ട് മനസ്സിലാക്കിയാണ് പോകുന്നത്. അതേപോലെ നിങ്ങളുടെ നാട്ടുകാർ മറ്റ് സ്ഥലങ്ങളിൽ സ്പിരിച്വൽ ഫെസ്റ്റിവലിന് പോകുമ്പോൾ അവിടുത്തെ ആരാധനാലയങ്ങളോടൊപ്പം ആ ചുറ്റുപാടും മനസ്സിലാക്കിയിട്ടല്ലേ പോകുന്നത്. ഈ പ്രക്രിയ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ നൂറ്റാണ്ടുകളായി ആവർത്തിക്കുന്ന പശ്ചാത്തലം എത്രയോ തലമുറകൾ ആചരിച്ച് വരുമ്പോൾ ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ടെൽ മീ പ്രൊഫസർ, ഈസ് ഇറ്റ് നോട്ട് ദ സ്പിരിച്വാലിറ്റി ദാറ്റ് കീപ്സ് യുവർ കൺട്രി യുണൈറ്റഡ്? 2 രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ആത്മീയത. 2, തീർത്ഥാടനവും ആത്മീയതയും ആവർത്തിച്ച് വരുമ്പോൾ അതിനുവേണ്ടി സഞ്ചരിക്കുന്ന ആൾക്കാർ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഗുരുവായൂർ വരുന്ന എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നു, ശബരിമല വരുന്ന ആൾക്കാർ എവിടെ നിന്നൊക്കെ വരുന്നു. അവർ നമ്മുടെ നാടും കൂടി കണ്ടിട്ടാണ് പോകുന്നത്. ആ പൗരബോധവും വളർച്ചയും, ഉദാഹരണമായിട്ട് കേരളത്തിൻ്റെ ചില പ്രത്യേകതകൾ, മറ്റ് സംസ്ഥാനത്തിലെ പ്രത്യേകതകൾ, പോസിറ്റീവാകാം നെഗറ്റീവാകാം, ഇതും കൂടെ കൊണ്ടല്ലേ തിരിച്ചു പോകുന്നത്. ഈ പോകുന്ന പ്രക്രിയ ആയിരക്കണക്കിന് വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയത് ആത്മീയതയല്ലേ? ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ആത്മീയതയല്ലേ ഈ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുവന്നത്? ഈസ് ഇറ്റ് നോട്ട് സ്പിരിച്വാലിറ്റി ദാറ്റ് കീപ്സ് യുവർ കൺട്രി യുണൈറ്റഡ്? എനിക്കതൊരു പുതിയൊരു അറിവായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞ അത്രയും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം, അദ്ദേഹം എവിടെ നിന്ന് വന്നു, ഏത് കാലഘട്ടത്തിൽ നിന്ന് വന്നു, ഇന്ത്യയുമായിട്ട് അദ്ദേഹത്തിന് ഒരു പട്ടാളക്കാരൻ്റെ സേവനം, പിൽക്കാലത്ത് ഇന്ത്യയെക്കുറിച്ച് വായിച്ചു, ജോഗ്രഫി പഠിച്ചു, ചരിത്രം പഠിച്ചു, ഓസ്ട്രേലിയയിലാണ് ജോലി ചെയ്ത് ഓസ്ട്രേലിയക്കാരനായി ജീവിച്ച് മരിച്ചു കാണണം. അത്രയും പ്രാധാന്യപ്പെട്ട ഒരാൾ നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ആത്മീയത നൽകിയ സംഭാവനയെക്കുറിച്ച് പറഞ്ഞ ആ ഒരു പശ്ചാത്തലം, ഈ പശ്ചാത്തലത്തിൻ്റെ ഭാഗത്ത് എനിക്ക് രാഷ്ട്രീയ സ്വയം സേവക് സംഘിനോടും കൂടി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: ആത്മീയതയ്ക്ക് വലിയ അർത്ഥമുണ്ട്. ആത്മീയത നഷ്ടപ്പെട്ടാൽ ഈ രാജ്യത്തിൻ്റെ മൂല്യം തന്നെ ഇല്ലാതാകും. ആത്മീയതയുടെ അത് നൽകുന്ന ആ ഒരു യുണൈറ്റിംഗ് ഫോഴ്സ്, അത് നൽകുന്ന ഒരു സിമെൻറ്റിംഗ് ഫാക്ടർ, അത് നിലനിർത്തണമെങ്കിൽ ഇത്തരം വിശ്വാസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ആത്മീയ കാര്യങ്ങൾക്കുള്ള പ്രാധാന്യവും നമ്മൾ തുടർന്നും പ്രവർത്തിക്കുക തന്നെ വേണം. അതിന് തീർച്ചയായിട്ടും രാഷ്ട്രീയ സ്വയം സേവക് പോലുള്ള സംഘടനകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ട്. അത് തുടർന്നും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.